ഡിയർ സ്റ്റുഡൻസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എല്ലാ അസറ്റ്സും ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നു, എല്ലാ ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. അസറ്റ്സ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ്സും കറൻറ്റ് അസറ്റ്സ് എഴുതുന്നു. ഫിക്സ്ഡ് അസറ്റ്സ് എഴുതുമ്പോൾ നമ്മളതിൻ്റെ ബുക്ക് വാല്യൂ എഴുതുന്നു, അതിൽ നിന്നും ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതേസമയം ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് എല്ലാം ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ എഴുതുന്ന പോലെ തന്നെയാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതെല്ലാം ലയബിലിറ്റി സൈഡിലാണ്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ എന്നാണ്. അതേസമയം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്നാണ്. അതായത് ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്ന് വിളിക്കും. ഇനി ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ എവിടെയാണ് എഴുതുക? ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. അതിനോട് കൂടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഏതായിരിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലിനോട് കൂടി പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും, വേറെ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ എന്താ വിളിക്കുക? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. ഇനി അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എങ്ങനെയായിരിക്കും നോക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ എന്താ വിളിക്കുക? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇനി അതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്ന് നമുക്കൊന്ന് പറയാം. അതായത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് അതെവിടെ എഴുതുക? ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. അതിനോടുകൂടെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് ബാലൻസിന് നമ്മൾ എന്ത് വിളിക്കുക? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യും. അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി ഇതൊന്നും ഉണ്ടാവില്ല. അതിന് പകരം അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേറെ ചില ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് പ്രോബ്ലത്തിൽ പറയും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യണം. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്താ വിളിക്കുക? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇനി അതിനോട് കൂടി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യും. അത് കഴിഞ്ഞാലോ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാവാം? ലെഗസീസ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, അതിനൊക്കെയാണ് ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് എന്ന് വിളിക്കുന്നത്. അതെന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യണം. അങ്ങനെ സർപ്ലസ് ആഡ് ചെയ്യുകയും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ എന്ത് വിളിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുക. ഇതാണ് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം,
ട്രേഡിംഗ് ഓർഗനൈസേഷനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു, ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്ന് വിളിക്കുന്നു. സർപ്ലസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെ എന്ത് വിളിക്കും? ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കും. ബാക്കിയെല്ലാം ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ തിയറിയിലേക്ക് കിടക്കാം. While preparing the balance sheet, all liabilities are shown on the left side and all assets are shown on the right side. The capital of a non-profit organization is termed as capital fund. അല്ലെങ്കിൽ വേറെ എന്ത് പേര് വിളിക്കുക? ജനറൽ ഫണ്ട്. If the opening capital fund is not given, it is calculated by preparing a balance sheet of the previous year, that is opening balance sheet. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയാം ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ അങ്ങനെ തന്നെയാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഓപ്പണിംഗ് ക്യാപിറ്റലിനോട് കൂടിയാണ് പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡ്രോയിങ്സ് ലെസ് ചെയ്യുകയും ചെയ്യുന്നത്. അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടുപിടിക്കുന്നതൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായാലും അങ്ങനെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടിയാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും ചെയ്യേണ്ടത്. അത് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. ദ എക്സസ് ഓഫ് ഓപ്പണിംഗ് അസറ്റ്സ് ഓവർ ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ് ഈ വർഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? അതായത് ദ എക്സസ് ഓഫ് ഓപ്പണിംഗ് അസറ്റ്സ് ഓവർ ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അതായത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്, ഇതാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അസർട്ടൈൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബൈ പ്രിപ്പയറിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇനി നമുക്കറിയേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിനെയാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എഴുതേണ്ടത് ഏതായിരിക്കും? ലയബിലിറ്റി സൈഡിൽ ഓൾ ലയബിലിറ്റീസ് അറ്റ് ദ ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ലയബിലിറ്റി സൈഡിൽ എഴുതാം. അസറ്റ് സൈഡിൽ അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ്, ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സുകളായിരിക്കണം അസറ്റ് സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞു, അതൊന്നും കൂടി ഇവിടെ പറയാം. സർപ്ലസ് ഷുഡ് ബി ആഡഡ് to opening capital fund on liability side. Then add capitalized items like entrance fees, legacies, life membership fees, etc. Next one, show capital fund. അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണ്. ആ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. ഷോ ദ അതർ ലയബിലിറ്റീസ് ഓൺ ലയബിലിറ്റി സൈഡ്. അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതിനൊക്കെയാണ് അതർ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷോ ദ ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് ഓൺ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ഏത് ഡേറ്റിലത്തെ ആയിരിക്കണം? ക്ലോസിംഗ് ഡേറ്റിലത്തെ ആയിരിക്കണം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്രൂവൽ ബേസിസിലാണോ എന്നും നമ്മൾ നോക്കലില്ല. ക്ലോസിംഗ് ഡേറ്റിൽ ആ ഓർഗനൈസേഷന് എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടോ അതെല്ലാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. ആ അസറ്റ്സും ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കാം മുൻ വർഷങ്ങളിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക.
അസറ്റ്സ് എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ മേടിച്ച അസറ്റ്സുകളായിരിക്കാം. അതുപോലെ തന്നെ ഈ വർഷം മേടിച്ച അസറ്റ്സ് ഉണ്ടായിരിക്കാം, ഈ വർഷം ഉണ്ടായ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കാം. ഏത് വർഷത്തെ അസറ്റ്സാണ് ലയബിലിറ്റീസ് ആണെന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്ലോസിംഗ് ഡേറ്റിൽ എന്തൊക്കെ അസറ്റ്സും ലയബിലിറ്റീസും ബാക്കി നിൽപ്പുണ്ടോ അതെല്ലാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ ഓർഗനൈസേഷനുള്ള എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും എഴുതിയിരിക്കണം. അതിൽ മുൻ വർഷങ്ങളിലെയോ അല്ലെങ്കിൽ കറൻറ്റ് ഇയറിലെയോ പോകുന്ന വർഷങ്ങളിലെയോ അസറ്റ്സോ ലയബിലിറ്റീസോ ഉണ്ടായിരിക്കാം. അതൊന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ആദ്യം എഴുതി. ആഡ് ചെയ്യേണ്ടത് ഏതാണ്? സർപ്ലസ്. ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. പിന്നെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ്, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടും. ഇതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. സ്പെഷ്യൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് എഴുതുക. ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഈ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഏതായിരിക്കണം? ക്ലോസിംഗ് ഡേറ്റിൽ തന്നതായിരിക്കണം എഴുതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എഴുതേണ്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, സ്റ്റോക്ക്, ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം, പുതിയ പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഏതെങ്കിലും അസറ്റ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അതുപോലെ തന്നെ കറൻറ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എഴുതേണ്ടത് ഏതായിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ഫോർമാറ്റ് ബൈഹാർട്ട് പഠിക്കേണ്ട എങ്കിലും നമുക്ക് തനിയെ മനസ്സിലാവും. കുറേ പ്രോബ്ലംസ് ചെയ്തു വരുമ്പോൾ അതൊക്കെ മനസ്സിലാവും. എന്നിരുന്നാലും ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് 2-3 പ്രാവശ്യം വായിച്ച് നോക്കാം. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്ത് വിളിക്കും? ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുക. ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എഴുതേണ്ടത് ഏതായിരിക്കണം? ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ലയബിലിറ്റീസും അസറ്റ്സ് ആയിരിക്കണം എഴുതേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ തന്ന അസറ്റ്സും ലയബിലിറ്റീസാണ് ഓപ്പണിംഗ് ഡേറ്റിൽ എഴുതേണ്ടത്. പിന്നെ അടുത്തത് ഏതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ്. അതിനോടുകൂടി ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? സർപ്ലസ്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റം, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ്. പിന്നെയുള്ളതൊക്കെ സാധാരണ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ 2 ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് വൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്തിനുള്ളതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. അത് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി.